2003 മുമ്പ് UPSC ടെസ്റ്റ് നടത്തിയെന്ന് വിചാരിക്കുക. അപ്ലൈ ചെയ്തു, നോട്ടിഫിക്കേഷൻ വിളിച്ച് അപ്ലൈ ചെയ്തു, ആളുകൾ അപ്ലൈ ചെയ്തു. പക്ഷെ പരീക്ഷ നടത്താൻ വീണ്ടും സമയമെടുത്തു, പരീക്ഷ നടത്തി ലിസ്റ്റ് വരാൻ വീണ്ടും സമയമെടുത്തു, ലിസ്റ്റ് വന്നിട്ട് വേക്കൻസി റൈസ് ചെയ്ത് വന്ന് കയറാൻ വീണ്ടും സമയമെടുത്തു. ഇതൊക്കെ ആരുടെ കുറ്റം? അതൊരിക്കലും പരീക്ഷ എഴുതുന്ന കാൻഡിഡേറ്റിന്റെ കുറ്റമേ അല്ല. അപ്പോൾ ഒരു മ്യൂച്വൽ കൺസെന്റ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട സർവീസ് കാര്യങ്ങൾ. ഇതൊന്നും ഒരു ഉദ്യോഗസ്ഥനും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. എന്താണ് മ്യൂച്വൽ കൺസെന്റ്? മ്യൂച്വൽ കൺസെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ടിഫിക്കേഷൻ കണ്ട് ആ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഹാൾ ടിക്കറ്റ് വന്ന് നമ്മൾ പരീക്ഷ എഴുതി നമ്മൾ ലിസ്റ്റിൽ വന്നാൽ നമ്മൾ നിയമപരമായി ഒരു മ്യൂച്വൽ കൺസെന്റിലേക്ക് പോവുകയാണ്. PSC UPSC ആയിട്ട് എന്താ കൺസെന്റ്? ഞാൻ കണ്ട നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഞാൻ അയച്ച നോട്ടിഫിക്കേഷനിലെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തരാൻ ബൈൻഡിങ് ആണ്, ബാധ്യതയുണ്ടെന്ന് PSCയും ബാധ്യതയുണ്ട്, ഗവൺമെന്റിനും ബാധ്യതയുണ്ട്. ഇതൊരു മ്യൂച്വൽ കൺസെന്റ് ആണ്. ഇത് പക്ഷേ എഴുതിയെന്ന് വെച്ചിട്ടില്ല, ഒരു കരാറിലും പത്രത്തിലൊന്നും എഴുതുള്ളൂ. പക്ഷെ ഇതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ചില കീഴ്വഴക്കങ്ങളും മ്യൂച്വൽ കൺസെന്റും. അപ്പോൾ ഇവിടെ ആർട്ടിക്കിൾ 14 ലംഘനമുണ്ട്, ആർട്ടിക്കിൾ 21 ലംഘനമുണ്ട്, മ്യൂച്വൽ കൺസെന്റിന്റെ ലംഘനമുണ്ട്. ഇനിയാണ് ഇതിന്റെ മറ്റു കഥകൾ. 2003 ശേഷം മുമ്പ് നോട്ടിഫിക്കേഷനിൽ പരീക്ഷ എഴുതിയ IAS IPSകാർക്ക്, അതുപോലെ രാജ്യത്തെ ഒരുപാട് ഉദ്യോഗസ്ഥർ, ഈ IAS IPSകാർക്ക് കേരളത്തിൽ കുറച്ച് പേർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടി. അതിന്റെ ലിസ്റ്റൊക്കെ നമ്മളുണ്ട്, പക്ഷെ അത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കുറച്ച് പേർക്ക് കേരളത്തിലും കിട്ടിയ അതിന്റെ ബെനിഫിറ്റ്. 2003 കേരളത്തിൽ നാഷണൽ പെൻഷൻ സ്കീം വന്നിട്ട് അതിന് മുമ്പേ നോട്ടിഫിക്കേഷൻ നടത്തി. ആ നോട്ടിഫിക്കേഷനിൽ ജോലി 2003 ശേഷം കിട്ടിയവർക്കും പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പോകാനുള്ള ഓപ്ഷൻ കൊടുത്തു കേന്ദ്ര ഗവൺമെന്റ്.